നാട്ടിൽ വന്നിട്ട് ഇപ്പോൾ 4-5 ദിവസമായി. ഇനി ക്ഷീണമെന്ന് പറഞ്ഞ് കയറി കിടന്നാലേ അമ്മ എന്നെ തല്ലിക്കൊല്ലും. അല്ലെങ്കിലും പാവം കേട്ടോ, പണ്ടൊക്കെയാണ് അമ്മ ഇങ്ങനെ ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ തിരിഞ്ഞു നോക്കുകയില്ല കേട്ടോ. ഇപ്പോഴാ പ്രയാസമൊക്കെ മനസ്സിലാവുന്നുണ്ടേ. നമ്മൾ ഈ ജോലിയൊക്കെ ഇങ്ങനെ ചെയ്യുന്നു, വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും നോക്കുന്നു, എല്ലാം ചെയ്തു വരുമ്പോൾ നമുക്ക് ആ ഒരു ക്ഷീണം കാണൂലേ. ആരെങ്കിലും ഒന്നൊരു കൈ സഹായത്തിനുണ്ടായിരുന്നെങ്കിൽ എന്നിങ്ങനെ ചിലപ്പോൾ വിചാരിച്ചു പോകും. അതുകൊണ്ട് ഇപ്പോൾ ഞാനിങ്ങനെ അറിഞ്ഞ് സഹായിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞിട്ട് ഒരുപാടൊന്നുമില്ല, കുറച്ചൊക്കെ സഹായിച്ചു കൊടുക്കാറുണ്ട്, ഈ അരിച്ചിലും പറക്കലും അങ്ങനെയൊക്കെ. അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടിയത് നമ്മളിവിടെയൊക്കെ തുപ്പുവാള എന്ന് പറയും കേട്ടോ. വാളയുടെ വേറൊരു ഐറ്റം, എനിക്കത് ഇഷ്ടമല്ല. പിന്നെ കുറച്ച് ചൂരമീനും, അത് മുരിങ്ങയ്ക്കയും മാങ്ങയൊക്കെ ഇട്ട് കറി വെച്ചു. പിന്നെ കപ്പ ഞാൻ തോട് കളഞ്ഞു കൊടുത്തു. അമ്മ ഇങ്ങനെ നൈസിനരിയും, അതും കാലിൽ ഇങ്ങനെ കത്തി ചവിട്ടി പിടിച്ചിട്ടേ നൈസിനരിയും കേട്ടോ. ഇങ്ങനെ നമ്മളോടൊക്കെ വർത്താനം പറഞ്ഞുകൊണ്ട് ഇരുന്നിട്ട് അരിഞ്ഞെടുക്കും. ആദ്യത്തെ സ്റ്റെപ്പ് ചൂരമീനൊക്കെ വാങ്ങി വെച്ചിട്ട് അടുത്ത് ഇത് വാളമീനാണ്. വാളമീൻ എനിക്ക് കട്ട് ചെയ്യാൻ അങ്ങനെ അറിഞ്ഞുകൂടാ കേട്ടോ. അതുകൊണ്ട് അമ്മ തന്നെയാണ് കട്ട് ചെയ്തത്. കപ്പയിൽ ഞങ്ങൾ അങ്ങനെ തേങ്ങയൊന്നും ചേർക്കാറില്ല കേട്ടോ. ഞാൻ ഈ കപ്പയിൽ കുറച്ച് പുളി ചേർക്കുമെന്ന് പറയുമ്പോൾ കുറേ പേർക്കൊക്കെ അതിശയവും കുറേ കളിയാക്കലും, അയ്യേ കപ്പയിൽ പുളി ചേർക്കുമെന്നേ. നമ്മൾ ലേശം പുളിയാണ് ചേർക്കുന്നത്. അതിൻ്റെ ചൊവ്വയൊന്നും കപ്പ കഴിക്കുമ്പോൾ വരില്ല കേട്ടോ. അതിന് ഒരുപാട് വയ്ക്കുന്ന സമയത്ത് ബാക്കി വന്നാലോ നാളത്തേക്കും കൂടി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചേർക്കുന്നത്. അമ്മയൊക്കെ കൂടുതലും കപ്പയും ചക്കയൊക്കെ ഇതുപോലെ തുടുപ്പുകൊണ്ട് ഇങ്ങനെ ഇരുന്നിട്ടൊക്കെയാണ് ഇളക്കിയെടുക്കുന്നത് കേട്ടോ. അത് പണ്ടുതൊട്ടേ ചെയ്തൊരു ശീലമാണേ. തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പച്ചച്ചീര ഇരിപ്പുണ്ടായിരുന്നേ. അതിനെ അരിഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് അച്ഛൻ വരുന്നത്. അച്ഛനാണെങ്കിൽ എപ്പോൾ ഇവിടെ പോയിട്ട് വന്നാലും എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുവരും. പ്രത്യേകിച്ച് ഈ കാത്തോട്ടി നന്നൂട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് അപ്പൂപ്പൻ്റെ ബൈക്ക് എടുക്കുന്ന സൗണ്ട് കേൾക്കുന്നതും വീടിനകത്തുനിന്ന് ചാടി ഇറങ്ങും. അപ്പൂപ്പാ എനിക്ക് ഐസ്ക്രീം വേണം, അപ്പൂപ്പാ എനിക്ക് മുട്ടായി വേണം, ലേസ് വേണം, ഇങ്ങനെ ഓരോ ഐറ്റം. അതിൻ്റെ ചായക്ക് സമയമാകുമ്പോഴോ അപ്പോൾ ചായക്ക് കടിയൊന്നും വാങ്ങുന്നില്ലേ, ഇങ്ങനെ ഓരോ ചോദ്യം. ഞാൻ ചിലപ്പോൾ അച്ഛന് വഴക്കും പറയും കേട്ടോ. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങി കൊടുത്തിട്ടേ ഇവിടുന്ന് പോകുമ്പോൾ നല്ല വണ്ണം വയ്ക്കും കേട്ടോ, ഈ ബേക്കറി ഐറ്റംസ് ഒക്കെ കഴിച്ചിട്ട്. അച്ഛൻ പറയുന്നതെന്ന് വെച്ചാൽ അവർ പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ നോക്കിയിരിക്കൂലേ, പ്രതീക്ഷിച്ച് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇല്ലാതെ വരുമ്പോൾ അവർക്ക് സങ്കടമാവുമെന്ന്. അങ്ങനെ ഓരോ കാര്യങ്ങൾ. അപ്പോൾ കുളിച്ചിട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അമ്മ കറിയൊക്കെ റെഡിയാക്കി വെച്ചു. അപ്പോൾ നമ്മുടെ ചോറിൻ്റെ കറികൾ കപ്പയുണ്ട്, ചീര തോരനുണ്ട്, പിന്നെ ഞാൻ ചൂരമീനാണ് കേട്ടോ എടുത്തത്. ഞാൻ വാളമീൻ അങ്ങനെ കഴിക്കാത്തതുകൊണ്ട് എടുത്തില്ലേ. പിന്നെ കുറച്ച് മാങ്ങാച്ചാറും എടുത്തു. ഇതെല്ലാം കൂടെ കൂട്ടി കുഴച്ചൊരു പിടിയങ്ങ് പിടിക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്.